ഓൾ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. നല്ലൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് നടന്നൊരു ദിവസമാണെന്ന് ഞങ്ങൾക്ക്. അമ്മളുവിന്റെ ഇയർ പിയേഴ്സിംഗ് നടന്ന ദിവസവും ഇന്ന് അതേപോലെ തന്നെ 5 months കംപ്ലീറ്റ് ചെയ്ത ദിവസമായിട്ടാണ് ഞങ്ങൾ ഇയർ പിയേഴ്സിംഗ് നടത്തിയത്. നോർമലി നമ്മൾ നല്ല ദിവസമൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇയർ പിയേഴ്സിംഗ് നടത്തുക. പക്ഷെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് Cloud9 ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ള നഴ്സുമാർ വന്നിട്ടുള്ള ഇയർ പിയേഴ്സിംഗ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആ മൊമെന്റ്സും അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, ഇയർ പിയേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ റെമഡീസ് ആണ് നമ്മൾ ഇയർ പിയേഴ്സിംഗ് കഴിഞ്ഞ ശേഷം ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ റീസെന്റ് ആണ് മോളുടെ ചോറൂണിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റും ചെയ്യാൻ മറക്കരുത്. ഞാൻ ഗോ ത്രൂ ചെയ്യുന്ന എക്സ്പീരിയൻസുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കാം എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കുള്ളത്, പ്രീവിയസ് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ എന്ന്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ സാധാരണ 28th ഡേ ആയിട്ട് ഇയർ പിയേഴ്സിംഗ് ചെയ്യുന്നവർ, അതായത് തട്ടാനെ കൊണ്ട് ഗോൾഡ് സ്മിത്തിനെ കൊണ്ടിട്ട് ചെയ്യുന്നവരുണ്ട്. നോർമലി പറയുന്നത് അപ്പൊ ചെയ്യുമ്പോൾ ഭയങ്കര വേദന കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ പക്ഷെ ഒരുപാട് പേരുകൾ ഗൺഷൂട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്യും, ജ്വല്ലറീസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്നതാണ്. തട്ടാന്മാരെ കിട്ടാനൊക്കെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഭയങ്കര നാട്ടിലൊക്കെ ട്രഡീഷണലി ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. അപ്പൊ ഞങ്ങൾ 28ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉള്ളത് പറയാലോ, എനിക്കും ഏട്ടനും കുറച്ചും കൂടെ കഴിയട്ടെ എന്നുള്ളൊരു 3 മാസമെങ്കിലും കഴിയട്ടെ എന്നിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. കാരണം കുഞ്ഞുങ്ങൾക്ക് വന്നിട്ട് നമ്മൾ എന്ത് പെയിൻലെസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പേടി തട്ടണ്ട. കാരണം നമുക്ക് 45 days വാക്സിനേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ ഒരു 3 months വരെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വാക്സിനേഷൻ ആണ്. അതുകൊണ്ട് ഒരു 3 months കഴിഞ്ഞിട്ട് 3 to 6 months ഒരുപാട് ലേറ്റ് ആക്കരുത്. ഒരു 6 to 7 months അവർക്ക് ഒരുപാട് അറിവാവുന്നതിന് മുമ്പ് നമ്മൾ ഇയർ പിയേഴ്സിംഗ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 3 months വരെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല. കാരണം 45 days തൊട്ട് അവർക്ക് വാക്സിനേഷൻ തുടങ്ങി. ഇത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ബാക്ക് ടു ബാക്ക് ഞങ്ങൾക്ക് അവളുടെ ആ ഒരു കരച്ചിൽ കാണാൻ വയ്യ. ആ സമയത്ത് അതിന്റെ വേദനയും കൂടെ ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഞങ്ങൾ Cloud9ലൂടെയാണ് അവൾക്ക് ഇയർ പിയേഴ്സിംഗ് ചെയ്തത്. അവർ വന്ന് ഇവിടെ ചെയ്യാണ് ചെയ്തത്. അവർ തന്നെ ഗോൾഡിന്റെ കമ്മൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അത് ഞങ്ങൾ വന്നിട്ട് ബുക്ക് ചെയ്തു. അപ്പൊ അവർ സ്ലോട്ട്സ് പറയും. അപ്പൊ നമുക്ക് നല്ലത് സമയമൊന്നും നോക്കാൻ പറ്റിയില്ല. 1 മണിക്ക് ബുക്ക് ചെയ്തിട്ട് അവർ വന്നത് തന്നെ 2:30 മറ്റെയാണ്. അപ്പോൾ അതിനുശേഷം അവരുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഗൺഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നംനസിന് വേണ്ടിയിട്ട് നംനസ് ആവാൻ വേണ്ടിയിട്ട് ഒരു മെഡിസിൻ അപ്ലൈ ചെയ്ത് തന്നു. അവര് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്തു. അവര് ഹൈജീൻ ആയിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം അവരൊരു 10 to 15 minutes വെയിറ്റ് ചെയ്ത് അതൊന്ന് മരവിച്ച ചെവി ഒന്ന് മരവിച്ച ശേഷമാണ് അവർ വന്നിട്ട് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്തപ്പോൾ കുറച്ച് ആ ഒരു വേദന, അത് പെയിൻലെസ് ആണ് നമ്മൾ ചെയ്തത്. പണ്ടത്തെ പോലെ നമ്മൾ പറയില്ലേ 1 week 2 weeks കഴിയുമ്പോൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ കൊണ്ടുവരുന്നത് 22 കാരറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന 18 കാരറ്റിന്റെയും 24 കാരറ്റിന്റെയും അവൈലബിൾ ആണ്. അവർ നമുക്ക് ബ്രൗഷർ അയച്ചു തരും. ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത ഒരു കമ്മലാണ് അവർ കൊണ്ടുവന്നത്. നമുക്ക് കോസ്റ്റ് അറൌണ്ട് 3500 വരുന്നുണ്ട്. അതാണ് അവര് കോസ്റ്റ് വരുന്നത്. എനിക്ക് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ചെറിയ കമ്മലാണ് എങ്കിലും നമുക്ക് സർവീസ് വീട്ടിൽ വരുന്നുണ്ട്. നമ്മൾ ഈ കുട്ടിയൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, വെയിറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് ബുക്ക് ചെയ്ത സ്ലോട്ടിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് അവർ തരുന്നുണ്ട് ഇവിടെ. ഇത് ബാംഗ്ലൂരിലെ Cloud9ന്റെ കാര്യമാണ് പറയുന്നത്. നാട്ടിൽ ഇങ്ങനെ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. എൻക്വയറി ചെയ്യേണ്ടി വരും. ഹോസ്പിറ്റൽസിലൊക്കെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സോ അതിനുശേഷം അവർക്ക് നമുക്ക് ഡു ആൻഡ് ഡു നോട്ട്സ് എന്നുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു. കാരണം ഇത് പെയിൻലെസ് ആണെങ്കിലും ആ നംനെസ് പോകുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ചെവിയിലിട്ട് വലിക്കാനും ഇതിനൊക്കെ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇത് 2-3 മാസം വരെ നമുക്ക് ഈ കമ്മൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇൻ കേസ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഹാങ്ങിങ്സ് ഒഴിവാക്കിയിട്ട് ഒരു 1 year വരെ സ്റ്റഡി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സ്റ്റഡി യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വലിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. മറ്റ് ഹാങ്ങിങ്സും ചില അമ്മമാർക്കൊക്കെ ഹാങ്ങിങ്സ് ഇടണം, റിങ് ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷെ അത് കൂടുതൽ കുട്ടികൾക്ക് ഇങ്ങനെ വലിക്കാനും ഇതിനൊക്കെ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഈ കമ്മൽ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് റിമൂവ് ചെയ്യാം. അല്ലെ, ഒരു 2 മാസം വരെ വെയിറ്റ് ചെയ്യണം. 2 മാസം കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. റിമൂവ് ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ വാങ്ങിയ കമ്മൽ യൂസ് ചെയ്യാം, നമ്മൾ ഇഷ്ടപ്പെട്ട കമ്മൽ. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ മറ്റേ ഹാങ്ങിങ്സ് ഒന്നും യൂസ് ചെയ്ത് ചെറിയൊരു സ്റ്റഡ് ഇട്ട് കൊടുക്കുക. കുഞ്ഞു കുട്ടിയല്ലേ, എന്തും ക്യൂട്ടായിരിക്കും അവർക്ക്. അപ്പം
അതൊരു സംഭവം പറഞ്ഞു. പിന്നെ വന്നിട്ട് പാരച്യൂട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ഓയിൽമെന്റ് അവർ ഹോസ്പിറ്റലിൽ തന്നിട്ടുണ്ട്. അത് മുറിവിന് വേണ്ടിയുള്ള ഓയിൽമെന്റ് ആണ്. അത് 2 വീക്സ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ 2 ദിവസം തല കുളിക്കരുത് എന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു. കാരണം തുടയ്ക്കുമ്പോഴും കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. വെള്ളം തട്ടി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 ദിവസം കുട്ടിയെ തല കുളിപ്പിക്കരുത് എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. കാത് കുത്തിയ ശേഷം കുഞ്ഞിനെ ഡ്രസ്സ് ഇടുമ്പോഴും ഡ്രസ്സ് ഊരുമ്പോഴും ശ്രദ്ധിക്കുക, കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവരിങ്ങനെ വലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഓയിൽമെന്റും വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാരഷൂട്ട് ഓയിലാണ്, അവർ പാരഷൂട്ട് ഓയിലാണ് പറയുന്നത്. നമുക്ക് വെളിച്ചെണ്ണയൊക്കെ സുലഭമായി കിട്ടുന്നതുകൊണ്ട് മറ്റേ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കാത് അവർ പറഞ്ഞു ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുശേഷം അവിടെയും വേദന കംപ്ലീറ്റ് താഴെയും മേലെയും തേച്ച് കൊടുക്കാൻ പറഞ്ഞു. വേദന കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല, പെയിൻലെസ് ആണ് ഞങ്ങൾക്ക് അവർ തന്നിരിക്കുന്നത് ചെയ്തത്. കാരണം ചില സാധാരണഗതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വേദന ഉണ്ടാവും കുട്ടികൾക്ക്. ഇത് അതും ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി അവരെ ഡിസ്ട്രാക്ട് ചെയ്യുക. ആ ഒരു ഷൂട്ടിന്റെ ഷോക്കിൽ വന്നിട്ട് കുറച്ച് കരച്ചിൽ അധികമായിരിക്കും. ആ സമയത്ത് കുറച്ച് ടോയ്സോ കാര്യങ്ങളോ പുറത്ത് പോയിട്ടൊക്കെ ഡിസ്ട്രാക്ട്. അവള് കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ ആയി. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് അവൾ ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ കുറെ കരഞ്ഞു എന്നല്ലാതെ പിന്നെ ഇപ്പൊ ആസ് ഓഫ് നൗ കുഴപ്പമൊന്നുമില്ല, വേദന വരില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നത് എന്ന് പറഞ്ഞിട്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാണ്. നമ്മൾ എപ്പോഴും ആ കുട്ടിയുടെ കൈ തുടങ്ങും, കൈയൊക്കെ മരുന്ന് തേക്കുമ്പോഴൊക്കെ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വേണം അവർക്ക് ഇത് ചെവിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മരുന്നും വെളിച്ചെണ്ണയായാലും എന്തായാലും അപ്ലൈ ചെയ്യുമ്പോൾ കൈ നല്ലോണം വാഷ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത്രയൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുത്താൽ മതി. ഒരു 1 വീക്ക് കൊണ്ട് അത് കംപ്ലീറ്റ്ലി ഹീൽ ആയിക്കോളും. ഹീൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ ഈ എക്സ്പീരിയൻസ് വന്നിട്ട് ഞാൻ വീഡിയോ വന്നിട്ട് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ലൈഫിലെ മൊമെന്റ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൊമെന്റ്സ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ ഇയർ പിയേഴ്സിംഗ് ചെയ്യാവുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് 3 to 6 months അല്ലെങ്കിൽ ഒരു മാക്സിമം 7 months ചെയ്യാനുള്ളത്. അത് ഒരുപാട് വലുതാകുമ്പോൾ കുട്ടികൾക്ക് പിടിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴേ അവര് കുറെ ബുദ്ധിമുട്ടാണ്. നമുക്ക് വലുതാകും തോറും റിസ്ക് കൂടുതലാണ്. ഒരുപാട് ചെറുപ്പത്തിലും ചെയ്യാതിരിക്കുക. ഒരു 3 to 6 months ആ ഒരു വാക്സിനേഷന്റെ ഗ്യാപ്പ് ഉള്ള സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇയർ പിയേഴ്സിംഗ് ചെയ്യുന്ന ബെസ്റ്റ് ടൈം തന്നെ ആയിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടണും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ എല്ലാവരും അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. നേരത്തെ ഞാൻ ഓഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ ഇതിപ്പോൾ ഞങ്ങൾ കാത് കുത്തിൻ്റെ ക്ലിപ്പിങ്സ് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് വിഷ്വൽസ്. Cloud9 ആണ് ഞങ്ങളിപ്പോൾ നേഴ്സ് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ അവരുടെ സർവീസ് അവൈലബിൾ ആണ്. അവരാണ് വന്നിരിക്കുന്നത്. 1:30ക്കാണ് സ്ലോട്ട് ബുക്ക് ചെയ്തത്. പക്ഷെ വന്നപ്പോൾ തന്നെ 2:30 അവർ വന്നിട്ട് നേരെ വന്ന് നമുക്ക് കുട്ടിക്ക് ചെവി നംനസ് ആവാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് അപ്ലൈ ചെയ്തു. ആൾ കുറച്ച് ക്രാങ്കിയൊക്കെ ആയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നംനസ് ആവുന്നത് കൊണ്ടാണ് തോന്നുന്നു. പിന്നെ നമുക്ക് ഫോം ആൻഡ് കാര്യങ്ങളൊക്കെ തരും. പിന്നെ അവൾക്കൊരു കുഞ്ഞ് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടോ. ബ്രേവറിയുടെ സർട്ടിഫിക്കറ്റാണ്. കാണാൻ തന്നെ ക്യൂട്ടായിട്ടില്ലേ. ഫസ്റ്റ് ബ്രേവറിയാണ് അത്ര. അവൾക്ക് പേരൊക്കെ എഴുതി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ മടിയിൽ തന്നെയാണ് ഇരുത്തിയത് കേട്ടോ. അപ്പോൾ നംനസൊക്കെ ഒരു 15 മിനിറ്റോളം അവർ വെയിറ്റ് ചെയ്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. ക്ലീൻ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ആൾ കുറച്ച് ഒന്നാമത്തത് ഉറക്കം ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ചെറിയ ഉറക്കത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു 1:30ക്ക് വരുന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാതെ പിടിച്ചു വെച്ചതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ നംനസൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് പെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യും സ്ഥലം. എന്നിട്ട് നമ്മളോടൊന്ന് നോക്കാൻ പറയും. നിങ്ങൾക്കിത് ഓക്കെ ആണോ, പൊസിഷൻ ഓക്കെ ആണോ നോക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്ഥലം കാണിച്ചു കൊടുത്തു. അവർ വരച്ച സ്ഥലം വന്നിട്ട് കറക്റ്റാണോ എന്നൊക്കെ നോക്കും കേട്ടോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു ഗണ്ണാണ് അവർ യൂസ് ചെയ്യുന്നത്. ഗണ്ണിൽ ഗോൾഡ് തന്നെയാണ് വെക്കുന്നത്. ഗോൾഡ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. പാവം അത് വല്ലാതെ കരഞ്ഞു കേട്ടോ. പേടിച്ചു. ഏറ്റവും ഒരു ഫീൽ ചെയ്ത മൊമെൻ്റാണ് കേട്ടോ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. ബട്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. കാത് കുത്തുമല്ലോ, നമ്മളെന്തായാലും കുത്തിയല്ലേ പറ്റൂ. ഇനിയും ലേറ്റായി അവർക്ക് വേദന കൂടുതലല്ലേ. അപ്പം ഞാൻ ഈ വിഷ്വൽസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വരാം.